ന്യൂ റേഷ്യോ സാക്രിഫൈസ് റേഷ്യോ കാൽക്കുലേഷന്റെ ഒന്നാമത്തെ കേസ് പഠിക്കാം. ഒന്നാമത്തെ കേസ് എന്ന് പറയുന്നത്, ഒരു പുതിയ പാർട്ട്ണർ വരുമ്പോൾ നിലവിലുള്ള പാർട്ട്ണർമാർ അയാൾക്ക് നിശ്ചിത പോർഷൻ നൽകുകയും ബാക്കിയുള്ള ഭാഗം അവർ അവരുടെ പഴയ റേഷ്യോയിൽ വീതിക്കുകയും ചെയ്യുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, പുതിയ പാർട്ട്ണർ വരുന്ന സമയത്ത് പുതിയ പാർട്ട്ണർക്ക് കൊടുക്കുന്ന ഷെയർ അവരുടെ പഴയ റേഷ്യോ പ്രകാരം ആണെങ്കിൽ. ഇതാണ് ഒന്നാമത്തെ കേസ്. വെൻ എ ന്യൂ പാർട്ട്ണർ കം ടു ദ ബിസിനസ്, he is given a share on the base of their old ratio. That is the first case. ഇതിന്റെ ഒരു പ്രോബ്ലം നമുക്ക് നോക്കാം. ഇവിടെ എക്സ് എന്നും വൈ എന്നും രണ്ട് പാർട്ട്ണർമാരുണ്ട്. അവരുടെ ഷെയർ 1:2 ആണ്. 1:2. 1:2 എന്ന് പറഞ്ഞാൽ 1/3 ആണ്, 2/3 ആണ്. ഭിന്നസംഖ്യയിൽ സംശയമുള്ള കുട്ടികൾക്ക് ഇതെങ്ങനെയാണ് വന്നതെന്നുള്ള സംശയം വരാം. 1 + 2 3. അതാണ് ഇവിടെ കൊടുത്ത 3. അപ്പം 1/3 2/3. അതായത് ഒരു കാര്യത്തെ മൂന്നായി ഭാഗിച്ചാൽ അതിന്റെ ഒരു ഭാഗം, മൂന്നായി ഭാഗിച്ചാൽ അതിന്റെ രണ്ട് ഭാഗം. അതായത് ടോട്ടൽ 3 പോർഷനിൽ ഒരു ഭാഗം ഇവിടെ, 2 ഭാഗം ഇവിടെ. ഇതാണ് ഇവരുടെ പഴയ റേഷ്യോ. ഈ ഒരു സ്ഥാപനത്തിലേക്ക് സെഡ് എന്ന ഒരു പാർട്ട്ണർ കടന്നു വരുന്നു. അദ്ദേഹത്തിന് 1/4 പോർഷൻ കൊടുക്കുന്നു. 1/4 പോർഷൻ കൊടുക്കുന്നു. അതായത് പുതിയ പാർട്ട്ണർക്ക് 1/4 പോർഷൻ കൊടുക്കാൻ പഴയ പാർട്ട്നേഴ്സ് തീരുമാനിച്ചു. ഇങ്ങനെ വരുമ്പോൾ, അതായത് മൊത്തം 4 ഭാഗിച്ചതിൽ ഒരു ഭാഗം, അതാണ് 1/4, ഒരു ഭാഗം പുതിയ പാർട്ട്ണർക്ക് കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചു. അപ്പം ബാക്കിയുള്ള ഈ ഭാഗം പഴയ ആൾക്കാർ അവരുടെ പഴയ റേഷ്യോ പ്രകാരം എടുക്കാൻ തീരുമാനിക്കുന്നു. ഇത് ചെയ്യാനുള്ള ഏറ്റവും നല്ല മെത്തേഡ് എന്ന് പറയുന്നത്, ടോട്ടൽ ഷെയർ എന്നത് ഒന്നായിട്ട് കാണാം. ടോട്ടൽ ഷെയർ ഒന്നായിട്ട് കാണാം. അപ്പം ലെറ്റ് ടോട്ടൽ ഷെയർ 1. ഈ 1ൽ നിന്നും പുതുതായിട്ട് വരുന്ന പാർട്ട്ണർക്കുള്ള പൈസ അങ്ങോട്ടേക്ക് കൊടുക്കുക, പുതുതായിട്ടുള്ള പാർട്ട്ണർക്കുള്ള ഷെയർ അങ്ങോട്ടേക്ക് കൊടുക്കുക. അപ്പം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് റിമൈനിങ് ഷെയർ കാണാം. അപ്പം റിമൈനിങ് ഷെയർ എന്ന് പറയുന്നത് 1 - 1/4. ടോട്ടൽ ഷെയറിൽ നിന്നും സെഡിന്റെ ഷെയർ അങ്ങോട്ടേക്ക് മൈനസ് ചെയ്താലാണ് റിമൈനിങ് ഷെയർ കിട്ടുക. അപ്പം റിമൈനിങ് ഷെയർ എന്ന് പറയുന്നത് 1 - 1/4. ഇവിടെ 1 - 1/4 എന്ന് പറയുന്നത് 3/4 ആണ്. 3/4. ഇത് ചിലപ്പോൾ ഭിന്നസംഖ്യ സംശയമുള്ള കുട്ടികൾക്ക് സംശയം വരാം, എങ്ങനെയാണ് 1 - 1/4 3/4 ആവുന്നത്? അതായത് മൊത്തം 4 ഷെയറിൽ ഒരു ഭാഗം പോയി കഴിഞ്ഞാൽ ബാക്കിയുള്ളത് 3 ആണ്. 3. ഈ 3 പോർഷൻ, അതാണ് 3/4. റൈറ്റ്? എളുപ്പമാണ്. അല്ലെങ്കിൽ മറ്റൊരിടത്തിൽ പറയാം, 1 എന്ന് പറഞ്ഞാൽ 1/1 1 ആണ്, 2/2 1 ആണ്, 3/3 1 ആണ്, 4/4 1 ആണ്. ഇവിടെ ഇത് 4 ആയതുകൊണ്ട് നമുക്ക് ഇങ്ങനെ എടുക്കാം. 4/4 എന്നെടുത്തിട്ട് അതിൽ നിന്നും 1/4 മൈനസ് ചെയ്താൽ, 4/4 എന്ന് പറഞ്ഞാൽ that is equal to 1. ഇതിൽ നിന്നും 1/4 മൈനസ് ചെയ്താൽ that will be 3/4. ഇങ്ങനെ പോകേണ്ട ആവശ്യമില്ല. നമ്മൾ ഈ 4ൽ നിന്നും ഈ ഒരു ഭാഗം അങ്ങോട്ടേക്ക് മൈനസ് ചെയ്തിട്ടുള്ള ബാക്കി ഭാഗം ഇവിടെ എടുത്താൽ മതി. അപ്പോൾ 3/4, റിമൈനിങ് ഷെയർ 3/4 ആണ്. ഇനി നമുക്ക് നോക്കാം, റിമൈനിങ് ഷെയർ 3/4 ആർക്ക് അവകാശപ്പെട്ടതാ? പഴയ പാർട്ട്ണറായിട്ടുള്ള എക്സിനും വൈക്കും അവകാശപ്പെട്ടതാണ്. അവരത് എങ്ങനെയാണ് എടുക്കുന്നത്? അവരുടെ പഴയ റേഷ്യോ പ്രകാരമാണ് എടുക്കുന്നത്.
അപ്പം എക്സിന്റെ ന്യൂ ഷെയർ നമുക്ക് നോക്കാം. അതായത് റിമൈനിങ് ഷെയർ ആയിട്ടുള്ള 3/4ന്റെ എക്സിന്റെ പോർഷൻ 1/3 പോർഷൻ, ദാറ്റ് ഈസ് ഈക്വൽ ടു 1 into 3 3, 4 into 3 12. അപ്പം 3/2 ആണ് പുതിയ ഷെയർ, എക്സിന്റെ പുതിയ ഷെയർ. ഇനി വൈയുടെ ന്യൂ ഷെയർ നോക്കാം. വൈ ന്യൂ ഷെയർ ഈസ് ഈക്വൽ ടു ബാക്കിയുള്ള പോർഷൻ, റിമൈനിങ് പോർഷനായ 3/4ന്റെ 1ന്റെ ഷെയർ 2/3 ഈസ് ഈക്വൽ ടു 2 into 3 6/12. ഇപ്പൊ ഇവിടെ ന്യൂ റേഷ്യോ കിട്ടിക്കഴിഞ്ഞു. ദാറ്റ് ഈസ് ഈക്വൽ ടു, അതായത് എക്സ് വൈ സെറ്റിന്റെ ന്യൂ റേഷ്യോ എന്ന് പറയുന്നത് എക്സിന്റെ ഇവിടെ നമ്മൾ കണ്ടുപിടിച്ചു 3/12. വൈയുടെ ഇവിടെ നമുക്ക് കിട്ടി 6/12. സെഡിന് വന്നപ്പോൾ കൊടുത്തിരിക്കുന്നത് 1/4 ആണ്. 1/4 ഇവിടെ വരും. പക്ഷെ 4 ആയതുകൊണ്ട് നമുക്കറിയാം 1/4 നമുക്ക് ഇവിടെ 1/4 എന്ന് പറഞ്ഞിട്ട് എഴുതേണ്ട ആവശ്യമില്ല. മനസ്സിലായോ? നമുക്ക് എന്തായിട്ട് എഴുതാം? 4നെ നമുക്ക് കൺവേർട്ട് ചെയ്യാം 12ലേക്ക്. അപ്പം 4നെ 12ലേക്ക് കൺവേർട്ട് ചെയ്യാൻ 3നെ കൊണ്ട് മുകളിലും താഴെയും ഗുണിക്കണം. അപ്പോൾ 1 into 3 3, 4 into 3 12. അപ്പം 3/12 ആണ് എക്സ് സെഡിന്റെ റേഷ്യോ. സെഡിന്റെ റേഷ്യോ 1/4 നമ്മൾ കൺവേർട്ട് ചെയ്തു. 12ലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 1 into 4 into 3/3 ആക്കിയിട്ട് 3/12 കിട്ടും. അപ്പോൾ പുതിയ റേഷ്യോ എന്ന് പറയുന്നത് 3:6:3. ഇതിനെ വേണമെങ്കിൽ വീണ്ടും നമുക്ക് ചുരുക്കാം. 1:2:1. 1:2:1. ഓക്കെ. ഇനി എന്താണ് നമുക്ക് സാക്രിഫൈസിംഗ് റേഷ്യോ നോക്കാം. സാക്രിഫൈസിംഗ് റേഷ്യോ എന്നത് നമ്മൾ പഠിച്ചതാണ്. ഓൾഡ് റേഷ്യോ മൈനസ് ന്യൂ റേഷ്യോ. പഴയതിൽ നിന്നും പുതിയത് കുറയ്ക്കുന്നതാണ് സാക്രിഫൈസിംഗ് റേഷ്യോ. ഇവിടെ പഴയതിൽ നിന്നും പുതിയത് കുറക്കാന്ന് പറയുമ്പോൾ പഴയതിലെ ആൾക്കാർ മാത്രമാണ് സാക്രിഫൈസിംഗ് റേഷ്യോ വരിക, എക്സിനും വൈക്കും. കാരണം സെഡ് വരുന്ന സമയത്ത് എക്സും വൈയും ത്യജിച്ച റേഷ്യോ, അതാണ് സാക്രിഫൈസിംഗ് റേഷ്യോ. ഇവിടെ എക്സിന്റെയും വൈയുടെയും സാക്രിഫൈസ് റേഷ്യോ നമുക്ക് കാണണം. എങ്ങനെയാ കാണാൻ നോക്കാം. എക്സിന്റെ സാക്രിഫൈസിംഗ് റേഷ്യോ എന്നത് നോക്കാം. എക്സിന്റെ ഓൾഡ് ഷെയർ, ഓൾഡ് റേഷ്യോ മൈനസ് ന്യൂ റേഷ്യോ ആണ്. ഓൾഡ് ഷെയർ 1/3. എക്സിന്റെ ന്യൂ ഷെയർ എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ കണ്ടുപിടിച്ചു. 3 എടുത്തു കഴിഞ്ഞാൽ 3/12, 6/12, 3/12 അങ്ങനെയാണല്ലോ. ഇപ്പൊ ഇവിടെ 3/12 പഴയ റേഷ്യോയിൽ നിന്നും പുതിയ റേഷ്യോ മൈനസ് ചെയ്തു. അപ്പൊ അങ്ങനെ മൈനസ് ചെയ്യാൻ നോക്കിക്കോളൂ. 3നെ 12ലേക്ക് കൺവേർട്ട് ചെയ്യണം. മൈനസ് ചെയ്തെങ്കിൽ 3നെ 12ലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ മുകളിലും താഴെയും 4നെ കൊണ്ട് ഗുണിക്കണം. അപ്പം മുകളിലും താഴെയും 4നെ കൊണ്ട് ഗുണിക്കുമ്പോൾ ഇതെന്തായിട്ട് മാറും? 4/12 ആയിട്ട് മാറും. മൈനസ് 3/12. 4/12 നിന്നും 3/12 മൈനസ് ചെയ്താൽ 1/12. എക്സിന്റെ സാക്രിഫൈസിങ് 1 പോർഷൻ. വൈയുടെ സാക്രിഫൈസിങ് നമുക്ക് നോക്കാം. വൈയുടെ ഓൾഡ് ഷെയർ എന്നുള്ളത് 2/3. വൈയുടെ ന്യൂ ഷെയർ എന്ന് പറയുന്നത് 6/12. മൈനസ് ചെയ്യണം. 3നെ 12ലേക്ക് കൺവേർട്ട് ചെയ്യണം. 4നെ കൊണ്ട് ഗുണിക്കണം മുകളിലും താഴെയും. അപ്പൊ മുകളിൽ 2നെയും 4നെ കൊണ്ട് ഗുണിക്കണം, 3നെയും 4നെ കൊണ്ട് ഗുണിക്കണം. അപ്പം
2 into 4 8 ആണ്. That is equal to 8 by 12 minus 6 by 12. 8 by 12 minus 6 by 12 is equal to 2 by 12. അപ്പോൾ ഇവിടെ എക്സ് വൈയുടെ സാക്രിഫൈസിങ് 2 ആണെന്ന് മനസ്സിലായി, എക്സിൻ്റെത് 1 ആണെന്ന് മനസ്സിലായി. നോക്കൂ 1 2. അപ്പോൾ സാക്രിഫൈസിങ് റേഷ്യോ ഈസ് ഈക്വൽ ടു 1:2. 1:2. ഈ 1:2 നിങ്ങൾ എവിടെയെങ്കിലും കാണുന്നുണ്ടോ? യെസ്, ഓൾഡ് റേഷ്യോ 1:2 ആണ്. ഈ ഒരു മെത്തേഡിൽ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും സാക്രിഫൈസിങ് റേഷ്യോ ഈസ് ഈക്വൽ ടു ഓൾഡ് റേഷ്യോ. അതായത് ഒരു പുതിയ പാർട്ണർ വരുന്ന സമയത്ത് അയാൾക്ക് പുതിയ ഷെയർ, അയാളുടെ ഷെയർ പഴയ റേഷ്യോ പ്രകാരമാണ് ഇവർ വീതിക്കുന്നത്. അപ്പൊ ഇവർ ത്യജിക്കുന്നത് പഴയ റേഷ്യോ പ്രകാരമാണ്. അങ്ങനെ വരുമ്പോൾ ഇവരുടെ സാക്രിഫൈസിങ് എന്നത് പഴയ റേഷ്യോനായിരിക്കും. അപ്പം ഓൾഡ് റേഷ്യോ ഈസ് ഈക്വൽ ടു ഇവിടെ സാക്രിഫൈസിങ് റേഷ്യോ ആണ്. ഇങ്ങനെ ഒരു മെത്തേഡ് വന്നു കഴിഞ്ഞാൽ റേഷ്യോ കാൽക്കുലേഷന് വേണ്ടിയിട്ടുള്ള ക്വസ്റ്റൻ ആണെങ്കിൽ നിങ്ങൾ ഇങ്ങനെ തന്നെ കാൽക്കുലേറ്റ് ചെയ്യണം. അതേസമയത്ത് നമ്മുടെ അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു വലിയ പ്രോബ്ലം ചെയ്യുമ്പോൾ അതിന്റെ ഭാഗമായിട്ട് റേഷ്യോ കാൽക്കുലേഷൻ ചെയ്യേണ്ട വരുന്ന അവസ്ഥയിൽ സാക്രിഫൈസ് റേഷ്യോ പ്രത്യേകിച്ച് നിങ്ങൾ കാണേണ്ട ആവശ്യമില്ല, കണ്ടിട്ട് സമയം കളയേണ്ട ആവശ്യമില്ല. ഓൾഡ് റേഷ്യോ തന്നെയാണ് സാക്രിഫൈസ് റേഷ്യോ എന്ന് നമുക്ക് മനസ്സിലാവും. ഓക്കെ, ഇതാണ് ഒന്നാമത്തെ കേസ്. നമുക്ക് റേഷ്യോ കാൽക്കുലേഷന്റെ രണ്ടാമത്തെ കേസിലേക്ക് പോകാം. ഒരു പുതിയ പാർട്ട്ണർ വരുന്ന സമയത്ത് ആ പാർട്ട്ണർക്ക് നിലവിലെ പാർട്ട്ണർമാർ നിശ്ചിത ഷെയർ ഈക്വൽ ആയിട്ട് നൽകുന്നു. So when a new partner coming to the business, existing or old partner gives share equally, gives certain share equally. അതാണ് നമ്മുടെ രണ്ടാമത്തെ കേസ്. ഇതിന്റെ ഒരു ഉദാഹരണം നമുക്ക് നോക്കാം. ഇവിടെ രണ്ട് പാർട്ട്ണർമാരുണ്ട്, പി ക്യു. ഇവരുടെ റേഷ്യോ എന്ന് പറയുന്നത് 1:2 ആണ്. 1:2 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 1/3 then 2/3. 2 + 1 എന്ന് പറയുന്നത് 3. അപ്പം 1/3 2/3. മൂന്നായിട്ട് ഭാഗിച്ചതിൽ ഒരു ഭാഗം പിക്കും 3ആയിട്ട് ഭാഗിച്ചതിൽ 2 ഭാഗം ക്യൂവിനും. ഇതാണ് ഇപ്പോൾ ഉള്ള റേഷ്യോ. ഇവിടെ ആർ എന്ന ഒരു പുതിയ പാർട്ട്ണർ കടന്നു വരുന്നു. അദ്ദേഹത്തിന് 1/3 ഷെയർ കൊടുക്കാൻ തീരുമാനിച്ചു. 1/3 ഷെയർ കൊടുക്കാൻ തീരുമാനിച്ചു. പക്ഷെ അത് പിയും ക്യൂവും കൊടുക്കുന്നത് ഈക്വൽ ആണ്. ഈക്വൽ, രണ്ടുപേരും ഈക്വൽ ആണ്. ഈക്വൽ എന്ന് പറയുമ്പോൾ മനസ്സിലാക്കുക 1:1. അതാണല്ലോ ഈക്വൽ. 1:1. ഈക്വൽ എന്ന് പറയുന്നത് 1:1 ആണ്. അപ്പം 1:1 എന്നത് 1/2 പോർഷൻ, 1/2 പോർഷൻ, അതായത് ഹാഫ് പോർഷൻ. ഇതാണ് ക്വസ്റ്റ്യൻ. ഇനി ഇതിന്റെ സൊല്യൂഷൻ എങ്ങനെ നോക്കാം. നമുക്ക് ആദ്യം പി എത്രയാണ് ആറിന് കൊടുക്കുന്നത് നോക്കാം. പി gives to R, അതായത് 1/3യുടെ, അതായത് ആറിന്റെ ഷെയർ ആയ 1/3യുടെ 1/2 പോർഷനാണ് പി കൊടുക്കുന്നത്. 1/2 പോർഷൻ, ദാറ്റ് ഈസ് ഈക്വൽ ടു 1 into 1 1, 2 into 3 6. 1/6 പോർഷൻ പി ആർക്ക് കൊടുക്കുന്നു? ആറിന് കൊടുക്കുന്നു. അപ്പൊ നമുക്ക് പിയുടെ പുതിയ ഷെയർ കാണാം. പി ന്യൂ ഷെയർ. പിയുടെ പഴയ ഷെയറായ 1/3യിൽ നിന്നും മൈനസ് ചെയ്യണം. പി ഇപ്പോ കൊടുക്കുന്ന 1/6 അങ്ങോട്ടേക്ക് മൈനസ് ചെയ്യാം. 1/3യിൽ നിന്നും 1/6 മൈനസ് ചെയ്യാൻ പഠിക്കുക. 3 6 വരുമ്പോൾ 3നെ 6 ആയിട്ട് കൺവേർട്ട് ചെയ്യണം. 3നെ 6 ആയിട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ 3 6 ആക്കണമെങ്കിൽ 2നെ കൊണ്ട് ഗുണിക്കണം. അപ്പം മുകളിലും താഴെയും ഗുണിക്കണം. അപ്പം മുകളിലും താഴെയും ഗുണിക്കുമ്പം എത്രയായിട്ട് വരും? 2/6 minus 1/6, that is equal to
1/6 ഇതാണ് പിയുടെ പുതിയ ഷെയർ. ഇനി നമുക്ക് ക്യൂവിന്റെ കേസ് നോക്കാം. ക്യൂ ഗീവ്സ് ടു ആർ. ക്യൂ എത്രയാണ് ആറിന് കൊടുക്കുന്നത്? അതായത് ആറിന്റെ ഷെയർ ആയിട്ടുള്ള 1/3യുടെ 1/2 പോർഷൻ നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. സെയിം രണ്ടുപേരും ഒരുപോലെ കൊടുക്കുന്നത് 1/2 പോർഷൻ. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/6. അപ്പം ക്യൂവും കൊടുക്കുന്നത് 1/6 ആണ്. ഇനി നമുക്ക് ക്യൂവിന്റെ പുതിയ ഷെയർ കാണാം. ക്യൂസ് ന്യൂ ഷെയർ. അതായത് ക്യൂവിന്റെ പഴയ ഷെയറിൽ നിന്നും ക്യൂ ആറിന് കൊടുക്കുന്ന 1/6 അങ്ങോട്ടേക്ക് മൈനസ് ചെയ്യാം. അപ്പം 2/3യിൽ നിന്നും 1/6 അങ്ങോട്ടേക്ക് മൈനസ് ചെയ്താൽ ഇവിടെ 3യും 6ഉം ആണ്. 3നെ കൺവേർട്ട് ചെയ്യണം, 6 ആയിട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പൊ മുകളിലും താഴെയും 2നെ കൊണ്ട് ഗുണിക്കണം. അങ്ങനെ വരുമ്പം 4/6 മൈനസ് 1/6 ഈസ് ഈക്വൽ ടു 3/6. അപ്പം നമ്മളിവിടെ പിയുടെ ന്യൂ ഷെയർ കണ്ടു, ക്യൂവിന്റെ ന്യൂ ഷെയർ കണ്ടു. ആറിന് കിട്ടുന്ന ഷെയർ നമുക്കറിയാം 1/3 ആണ്. ആറിന് കിട്ടുന്ന ഷെയർ 1/3 എന്നത് ഇവിടെ 6 ആയതുകൊണ്ട് നമുക്ക് അങ്ങോട്ടേക്ക് കൺവേർട്ട് ചെയ്യാം. അങ്ങോട്ടേക്ക് കൺവേർട്ട് ചെയ്താൽ എത്രയാവും? 2/6 ആവും. അപ്പം എല്ലാവരുടെയും പുതിയ ഷെയർ കിട്ടിക്കഴിഞ്ഞു. പിയുടേത് 1/6, ക്യൂവിൻ്റെത് 3/6, ആറിൻ്റെത് 2/6. അപ്പം ന്യൂ റേഷ്യോ PQR is equal to 1/6, 3/6, 2/6. 1:3:2. ഇതാണ് ന്യൂ റേഷ്യോ. ഇനി നമുക്കിവിടെ സാക്രിഫൈസ് റേഷ്യോ കാണാം. സാക്രിഫൈസിംഗ് റേഷ്യോ ഇസ് ഈക്വൽ ടു ഓൾഡ് റേഷ്യോ മൈനസ് ന്യൂ റേഷ്യോ. അപ്പം രണ്ടുപേരുടെ സാക്രിഫൈസ് ആണ് കാണുന്നത്. സാക്രിഫൈസ് എപ്പോഴും ഓൾഡ് പാർട്ട്നേഴ്സിന് മാത്രം. അവരാണല്ലോ സാക്രിഫൈസ് ചെയ്യുന്നത്. അപ്പം പിയുടെ സാക്രിഫൈസിംഗ് റേഷ്യോ ഈസ് ഈക്വൽ ടു പിയുടെ ഓൾഡ് റേഷ്യോ 1/3, പിയുടെ 1/3 മൈനസ് പിയുടെ ന്യൂ റേഷ്യോ ഇവിടെ കണ്ടുപിടിച്ചു നമ്മള് 1/6 മൈനസ് ചെയ്യണം. 1/3 നിന്നും 1/6 മൈനസ് ചെയ്യണമെങ്കിൽ 3യെ 6 ആയിട്ട് കൺവേർട്ട് ചെയ്യണം. 3യെ 6 ആയിട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ മുകളിലും താഴെയും 2നെ കൊണ്ട് ഗുണിക്കണം. 3നെ 6 ആക്കാൻ 2നെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാവുന്നത്. അപ്പം മുകളിലും താഴെയും. അപ്പം എത്ര വരും? 2/6 മൈനസ് 1/6 ഈസ് ഈക്വൽ ടു 1/6. ഇതാണ് പിയുടെ സാക്രിഫൈസ് റേഷ്യോ. ഇനി നമുക്ക് ക്യൂവിന്റെ സാക്രിഫൈസിംഗ് റേഷ്യോ എത്ര നോക്കാം. ക്യൂവിന്റെ പഴയ ഷെയർ 2/3 മൈനസ് ക്യൂവിന്റെ പുതിയ ഷെയറായ 3/6. 2/3 മൈനസ് 3/6. ഇങ്ങനെ മൈനസ് ചെയ്യണമെങ്കിൽ 2/3യെ നമ്മൾ കൺവേർട്ട് ചെയ്യണം. 3നെ 6 ആക്കാൻ 2നെ കൊണ്ട് ഗുണിക്കണം. അപ്പം മുകളിലും താഴെയും. അപ്പം അങ്ങനെ വരുമ്പോൾ 4/6 മൈനസ് 3/6 ദാറ്റ് ഈസ് ഈക്വൽ ടു 1/6. ഇവിടെ സാക്രിഫൈസ് റേഷ്യോ 1:1 കിട്ടിയിരിക്കുന്നു. 1/6 1/6 ദാറ്റ് ഈസ് ഈക്വൽ ടു 1:1. ഇതെവിടെയെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ? യെസ്. നേരത്തെ പിയും ക്യൂയും 6 വരുന്ന സമയത്ത് ഈക്വലായിട്ടാണ് കൊടുക്കുന്നതെന്ന് പറഞ്ഞു. ദാറ്റ് ഈസ് ഈക്വൽ ടു 1:1. അത് തന്നെയാണ് ഇവിടുത്തെ സാക്രിഫൈസിങ് റേഷ്യോ. അപ്പോൾ മനസ്സിലാക്കേണ്ടത്, ഒരു പുതിയ പാർട്ട്ണർ വരുന്ന സമയത്ത് അയാളുടെ ഷെയർ ഈക്വലായിട്ടാണ് കൊടുക്കുന്നതെങ്കിൽ ഈക്വലായിട്ടാണ് അവർ സാക്രിഫൈസ് ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ സാക്രിഫൈസിങ് റേഷ്യോ എന്നത് ഈക്വലായിരിക്കും, 1:1. ഒരു റേഷ്യോ കാൽക്കുലേഷൻ്റെ ഫുൾ പ്രോബ്ലം ആണെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് എഴുതി കാണേണ്ടിയിരിക്കുന്നു. അതേസമയത്ത് നമ്മുടെ അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഫുൾ പ്രോബ്ലത്തിൻ്റെ ഭാഗമായി റേഷ്യോ കാണണമെങ്കിൽ നിങ്ങൾ പ്രത്യേകിച്ചിട്ട് സാക്രിഫൈസ് റേഷ്യോ കാണേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ മനസ്സിലുണ്ടാവണം സാക്രിഫൈസ് റേഷ്യോ എന്നത് 1:1 ആണെന്ന്. ഇതാണ് രണ്ടാമത്തെ കേസ്.